നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാചരണ കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനാൽ എട്ടാം പ്രതി ദിലീപ് കുറ്റവിമുക്തനായതിന് പിന്നാലെ പ്രതികരിച്ച് നടി പാർവതി തിരുവോത്ത്. നമ്മൾ ഇപ്പോൾ കാണുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അവതരണമാണെന്ന് പാർവതി സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. എന്നും അവൾക്കൊപ്പമാണെന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പമാണ് നടി റീമ കല്ലിങ്കൽ അടക്കമുള്ളവരും സമൂഹമാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്ത് നീതി? നമ്മൾ ഇപ്പോൾ കാണുന്നത് ശ്രദ്ധയോടെ തയ്യാറാക്കിയ തിരക്കഥയുടെ ക്രൂരമായ അനാവരണം എന്നാണ് പാർവതി ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവച്ചത്. അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് വ്യക്തമാക്കുന്ന മറ്റു പ്രതികരണങ്ങളും പാർവതി ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തി. ദൈവമുണ്ടെങ്കിൽ കുറഞ്ഞപക്ഷം മനുഷ്യനാണെന്ന് ഉണ്ടെങ്കിൽ നാളെ അത് തെളിയിക്കപ്പെടും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർവതി കുറിച്ചത്. ദിലീപിന്റെ പ്രതികരണം മുൻകൂട്ടി തയ്യാറാക്കിയതാണെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എം.വി. നികേഷ് കുമാറും അഭിപ്രായപ്പെട്ടു. കേസിൽ നിന്ന് മോചിതനാകുമെന്ന് നടന് നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാണെന്നും റിപ്പോർട്ടർ നൽകിയ പ്രതികരണത്തിൽ നികേഷ് കുമാർ പറഞ്ഞു. സർക്കാരിനും അതിജീവിതയ്ക്കും നേരത്തെയും വിചാരണ വേണ്ടിയ നീതി ലഭിച്ചിട്ടില്ലെന്നും നികേഷ് കുമാർ കൂട്ടിച്ചേർത്തു. അതേസമയം സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. സത്യം ജയിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അത് അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്നായിരുന്നു വിധി കേട്ട് കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നാലെയുള്ള ദിലീപിന്റെ പ്രതികരണം. കേസിൽ നടന്ന യഥാർത്ഥ ഗൂഢാലോചന തനിക്കെതിരെയാണ്. ജയിലിലായിരുന്ന പ്രതികളെ കൂട്ടുപിടിച്ച് പോലീസ് തനിക്കെതിരെ കള്ളക്കനം മെനയുകയായിരുന്നു. ഒരു മേലുദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്നാണ് ഇത് നടപ്പിലാക്കിയത്. കേസിലെ പ്രധാന പ്രതിയും അയാളുടെ കൂട്ടാളിയെയും ചേർത്തുപിടിച്ച് പോലീസ് സംഘം കള്ളക്കഥ പനഞ്ഞു. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആ കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും ചെയ്തുവെന്നും ദിലീപ് പറഞ്ഞു.